ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകം 8-ാം അധ്യായമാണ് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. ലേവ്യ പുസ്തകത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട യാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ രീതികളും അതെങ്ങനെ നടത്തണമെന്നൊക്കെയുള്ളത് യഹോവയായ ദൈവം മോശയ്ക്ക് പർവ്വത മുകളിൽ വെച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇനി സമാഗമന കൂടാരമൊക്കെ സ്ഥാപിച്ച് അതിൽ ഈ യാഗങ്ങളാണ് ഇനി അവർ ഇത് നടത്താൻ പോകുന്നത്. യഹോവയായ ദൈവം കാണിച്ചു കൊടുത്ത പ്രകാരമാണ് മോശ എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് യാഗം അർപ്പിക്കുവാനുള്ള പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്ന പുരോഹിത അഭിഷേകമാണ്. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നീ അഭിഷേക തൈലവും പാപപരിഹാരത്തിനുള്ള ആ മൃഗവുമായി അഹ്റോനെയും മക്കളെയും കൂട്ടി സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ വരണം. എന്നിട്ട് ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ അതിൻ്റെ വാതിക്കൽ ഒന്നിച്ചു കൂട്ടണം. അവരുടെയൊക്കെ മുമ്പിൽ വെച്ചാണ് ഇവരെ അഭിഷേകം ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരുടെയും അവരുടെ എല്ലാം ഒരു പ്രതിനിധിയായിട്ടാണ് അഹ്റോനയോട് അഭിഷേകം ചെയ്യുക. അവർക്കൊക്കെ വേണ്ടി ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കാൻ വേണ്ടി. പുതിയ നിയമത്തിലും പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഒരാളെ നമ്മൾ പ്രവേശിപ്പിക്കുന്നത് സഭ മുഴുവൻ കൂടിയിട്ട് ആ ആളെ ആ സമൂഹ മധ്യത്തിൽ വെച്ചാണ് അവരെ അഭിഷേകം ചെയ്ത് പുരോഹിതന്മാരാക്കി ഇത് മാറ്റുന്നത്. അപ്പം അതനുസരിച്ച് മോശ അഹ്റോനെയും മക്കളെയൊക്കെ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് അവരെ കഴുകി അവരെ ശാരീരികമായ വിശുദ്ധി അവർക്ക് വരുത്തി അവരെ അതിനുശേഷം കുപ്പായം, അരക്കെട്ട്, മേലങ്കി ഒക്കെ അവരെ ധരിപ്പിച്ചു. അതിനു മുകളിൽ ഏഫോദ് അണിയിച്ചു. അതിൻ്റെ പട്ടം അവർക്ക് അവരുടെ അരയിൽ ചുറ്റി ഉസ്ത്രാധരണം അവരെ ധരിപ്പിച്ച് അതിൽ ഊറീമും തുമ്മീമും ദൈവത്തിന് ഹിതമറിയിക്കുവാനുള്ളതൊക്കെ അതിൽ നിക്ഷേപിച്ചു. അതിനുശേഷം അവരുടെ തലയിൽ അഹ്റോൻ്റെ തലയിൽ ഇത് പൊൻതകിട് കൊണ്ടുള്ളതായ കിരീടം വെച്ചു. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിൻ്റെ എല്ലാ വസ്ത്രങ്ങളും അവനെ ധരിപ്പിച്ചു. ഇത്രയും വിലയേറിയ വസ്ത്രങ്ങളൊക്കെ അവനെ ധരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിന്നുകൊണ്ടാണ് അഹ്റോൻ ഇനി പ്രവർത്തിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുവാനാണ് ഇത്രയും ആഭരണങ്ങളും ഇത്രയും വില കൂടിയ വസ്ത്രങ്ങളും ഇതൊക്കെ ധരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം ഇത് വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജനത്തിന് പാപപരിഹാര ബലി അർപ്പിക്കേണ്ട ആളാണ് ഈ അഹ്റോനും മക്കളും. അതിനുവേണ്ടിയാണ് അവരെ അപ്രകാരം അവിടെ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ അതിൻ്റെ വായിക്കുന്നു, അഭിഷേക തൈലം എടുത്ത് അത് കൂടാരവും അതിലുള്ളതൊക്കെയും അത് അവിടെ ശുദ്ധീകരിക്കുകയാണ്. ഈ അഭിഷേക തൈലം ഉണ്ടാക്കുന്നത് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 22 മുതൽ വാക്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് അതിലൊരുവണ്ണ ചേർത്ത് അതുണ്ടാക്കി. ആ എണ്ണ പരിശുദ്ധാത്മാവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സാമീപ്യം നൽകുന്ന ആന്തരികമായ ആ സുഗന്ധം, അതിനെയാണ് ആ ഏറ്റവും നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ ചേർത്ത് അതിനെ അഭിഷേക തൈലമായിട്ട് അവിടെ മാറ്റുകയാണ്. അതിനുശേഷം സമാഗമന കൂടാരത്തിനുള്ളിലെ എല്ലാ സാധനങ്ങളും എല്ലാ ഭാഗങ്ങളും അതുകൊണ്ട് വിശുദ്ധീകരിക്കുന്നു. ബലിപീഠം 7 പ്രാവശ്യം ഈ തൈലമൊഴിച്ച് വിശുദ്ധീകരിക്കുന്നു. 7 എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചോളം പൂർണ്ണതയുടെ സംഖ്യയാണ് നമുക്കറിയാം. അങ്ങനെ ആ ബലിപീഠത്തിലാണ് ഇനി യാഗം അർപ്പിക്കേണ്ടതിനെ കൂടുതൽ അവിടെ അഭിഷേകം ചെയ്യുകയാണ്. അതിനുശേഷം അഹ്റോൻ്റെ ശിരസിൽ അവിടെ തൈലമൊഴിച്ച് വിശുദ്ധീകരിച്ചു. അതുപോലെ തന്നെ അവനെയും അവൻ്റെ മക്കളെയൊക്കെയും ആ വിശേഷമുള്ള വസ്ത്രം അവിടെ ധരിപ്പിക്കുകയാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ പുരോഹിതനായി അവനെ അവിടെ അഭിഷേകം ചെയ്യുകയാണ്. സമൂഹത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടൊരവസ്ഥയിലേക്ക് മാറ്റിയതിൻ്റെ ഒരു സൂചനയും പരിശുദ്ധാത്മ നൽവരം ദൈവം അഹ്റോന് നൽകുന്നതിൻ്റെയും അത് സൂചനയായിട്ടാണ് മോശ അപ്രകാരം ചെയ്യുന്നത്. മോശ ദൈവത്തിൻ്റെ മഹാപുരോഹിതനാണ്. പൗരോഹിത്യ നൽവരമുള്ളവർക്ക് മാത്രമേ അത് കൊടുക്കാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് മോശ മുഖാന്തരമാണ് ദൈവത്തിന് വേണ്ടി മോശയെ കൊണ്ട് അപ്രകാരം അവിടെ ചെയ്യിക്കുകയാണ്. അതിൻ്റെ 14 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുന്നു. അങ്ങനെ അഭിഷേകം ചെയ്ത ശേഷം പാപപരിഹാര
കാളയെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ തലമേൽ അഹ്റോനും മക്കളുമൊക്കെ കൈവയ്ക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സകല ജനത്തിൻ്റെയും പാപം അതിൻ്റെ മേൽ ആവഹിക്കുന്നു എന്നുള്ളതാണ്, അവർക്ക് വേണ്ടിയും. എന്നിട്ട് മോശ അതിന് ശേഷം അതിനെ അവിടെ അറുക്കുകയാണ്. അങ്ങനെ അഭിഷേകം ചെയ്ത ശേഷം അഹ്റോൻ്റെയും മക്കളുടെയും പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ബലിയർപ്പണം അവിടെ നിർവഹിക്കുകയാണ്. എന്നിട്ട് അതിനെ ബലിയർപ്പിക്കേണ്ടതായ രീതി പറയുന്നു. മൃഗത്തിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം അവിടെ ദഹിപ്പിച്ചു. തോല്, മാംസം, ചാണകം എന്നിവ കൂടാരത്തിന് പുറത്ത് കൊണ്ടുപോയി, അതിൻ്റെ ശേഷിപ്പുകൾ കൂടാരത്തിന് പുറത്ത് കൊണ്ടുപോയി അവിടെ വെച്ചാണ് അത് ദഹിപ്പിക്കുക. ആന്തരിക അവയവങ്ങളൊക്കെ ഈ ബലിപീഠത്തിൽ വെച്ച് അവിടെ ദഹിപ്പിക്കുകയാണ്. ഇനി അതിൻ്റെ 18 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. എന്നിട്ട് പിന്നീട് മറ്റൊരാളിനെ കൊണ്ടുവന്ന് അഹ്റോനും പുത്രന്മാരും ഇതിൻ്റെ തലമേൽ ഇത് കൈവച്ച് അതിൻ്റെ ആന്തരിക ബാഹ്യ അവയവങ്ങളെല്ലാം അവിടെ വെച്ച് തന്നെ ദഹിപ്പിക്കുകയാണ്. ഇവിടെ കുപ്പ കൊണ്ടുവരുന്ന മുട്ടാടിനെയാണ് ആദ്യം ഇത് ഒരു ദഹനബലിയായിട്ടാണ് അവിടെ അർപ്പിക്കുക. ആദ്യം കാളയെ കൊണ്ടുവന്ന് പാപപരിഹാര ബലി ചെയ്തു. ഇനി ദഹനബലി ദൈവത്തിന് പ്രീതികരമാകുവാൻ വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണത്. അപ്രകാരമുള്ളൊരു യാഗം അതിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം ദഹിപ്പിച്ചു. അത് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ സൗരഭ്യവാസനയായി അത് മാറുകയാണ്. ഇനി അതിൻ്റെ 22 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ മറ്റൊരു മുട്ടാടിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ തലയിലും കൈവച്ച് അതിനെ കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് അഹ്റോൻ്റെ വലത് ചെവിയുടെ അഗ്രം, വലത് കൈയുടെ വിരലിൽ, അതുപോലെ വലത് കാലിൻ്റെ പെരുവിരൽ, അതിൻ്റെ അഗ്രത്തൊക്കെ ഈ രക്തം അവിടെ പുരട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ അഹ്റോനെ പൂർണ്ണമായും സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് അവൻ്റെ തലയുടെ ഭാഗമായ ചെവിയിൽ, അല്ലെങ്കിൽ മറ്റുള്ള ഭാഗമായ വലത് കൈയുടെ പെരുവിരൽ, ആയതുപോലെ തന്നെ വലത് കാലിൻ്റെ ആ തള്ളവിരൽ അവിടെയൊക്കെയും അത് അവിടെ പുരട്ടുകയാണ്. അതുപോലെ അഹ്റോൻ്റെ മക്കളെയും വിളിച്ച് അപ്രകാരം തന്നെ അവിടെ ചെയ്തു. ശേഷിച്ച രക്തം ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴിച്ചു കളഞ്ഞു. എന്നിട്ട് ഈ ആടിൻ്റെ ആന്തരിക അവയവങ്ങളും പുളിപ്പില്ലാത്ത അപ്പവും ചേർത്ത് അതിൻ്റെ മേധസ്സെടുത്ത് അഹ്റോനെയും മക്കളെയും കൈ കൊടുത്തിട്ട് അത് നീരാജനം ചെയ്തു വെള്ളമൊഴിച്ച് കഴുകി. എന്ന് പറഞ്ഞാൽ അവരെ തന്നെ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ് വെള്ളമൊഴിച്ചത് കഴുകുക. അങ്ങനെ കഴുകപ്പെട്ട ആ സാധനത്തെ മോശ വീണ്ടും മേടിച്ച് അത് ബലിപീഠത്തിലും വെച്ച് ദഹനബലി വസ്തുക്കളോടൊപ്പം അതിനെ ദഹിപ്പിക്കുകയാണ്. അത് കർത്താവിന് ഒരു പ്രീതികരമായ ദഹനബലിയായിട്ട് അവിടെ മാറുന്നു. അതിൻ്റെ മോശയ്ക്കുള്ള ഓഹരിയായി ആ മൃഗത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗം അവിടെ കൊടുക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. 30 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മോശ വീണ്ടും ബലിപീഠത്തിലുള്ളതായ രക്തം, അഭിഷേക തൈലമെടുത്ത് അഹ്റോൻ്റെയും പുത്രന്മാരുടെയും വസ്ത്രങ്ങളിൽ തളിച്ച് അവരെ വിശുദ്ധീകരിച്ചു. ആ വിശുദ്ധ വസ്ത്രത്തെ വീണ്ടും വിശുദ്ധീകരിച്ച് ദൈവത്തിന് അവരെ അവിടെ വെച്ച് സമർപ്പിക്കുകയാണ്. അഭിഷേക ദിവസം തീരുന്നത് വരെ 7 ദിവസം അവർ സമാഗമന കൂടാരത്തിൻ്റെ പുറത്തു പോകാൻ പാടില്ല, അവിടെ തന്നെ ഉണ്ടാവണം. 7 ദിവസമാണ് അവരെ അഭിഷേകം ചെയ്യുക. നമുക്കറിയാം, ഈ അഭിഷേക തൈലത്തിൻ്റെ ഒരു പ്രതീകമാണ് പുതിയ നിയമത്തിൽ ഉണ്ടാക്കുന്ന മൂറോൻ അഭിഷേകം. അത് പരിശുദ്ധാത്മാവിൻ്റെ നൽവരത്തിന് വേണ്ടി നൽകപ്പെടുകയാണ്. ഒരു കുഞ്ഞിനെ മൂറോൻ അഭിഷേകം നടത്തിയതിന് ശേഷം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പഴയ രീതി അനുസരിച്ച് കുഞ്ഞിനെ കൊണ്ടുപോയി 7 ദിവസം കഴിഞ്ഞ് വീണ്ടും ദേവാലയത്തിൽ കൊണ്ടുവന്നാണ് ആ വസ്ത്രം അഴിച്ചു മാറ്റിയിരുന്നത്. അപ്പം അത്രയും ദിവസം ആ മൂറോൻ്റെ അംശങ്ങളൊക്കെയും ആ കുഞ്ഞിൻ്റെ ദേഹത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ അപ്രകാരം ചെയ്യുന്നില്ല. ഒരു 3 ദിവസത്തേക്ക് പ്രജാതികളുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കാതെ കുഞ്ഞിനെ സൂക്ഷിക്കുകയും ഈ ആദ്യം കുഞ്ഞിനെ കുളിപ്പിക്കുന്നതായ വെള്ളവും ആ കുഞ്ഞിൻ്റെ വസ്ത്രം കഴുകുന്ന വെള്ളവും ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിച്ചു കളയണം. കാരണം വിശുദ്ധ മൂറോൻ കൊണ്ട് അഭിഷേകം അത് ചെയ്തത് കൊണ്ടാണ്. അപ്പം അങ്ങനെ അഹ്റോൻ്റെയും മക്കളുടെയും ഒക്കെ അപ്പോൾ പാപപരിഹാരത്തിന് വേണ്ടിയാണ് ഈ ബലിയർപ്പണം അവിടെ നടത്തുന്നത്. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ പ്രകാരം മോശ അതൊക്കെ ശരിയാണ്. പുതിയ നിയമത്തിൽ ഞാനും നിങ്ങളും ഒക്കെ അഭിഷിക്തരാണ്. സ്നാനമുഖാന്തരം യേശുവിൻ്റെ പൗരോഹിത്യത്തോടെ നമ്മൾ ഒക്കെ സമ്മേളിച്ചു. എന്നാൽ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് വരുന്നവർക്ക് വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി അവരെ വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ച് അപ്രകാരമുള്ള ശുശ്രൂഷയ്ക്ക് പരമേൽപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ മാനം
കംപ്ലീറ്റ് അവിടെ വെച്ച് അങ്ങ് മാറ്റപ്പെടുകയാണ് ആ പൗരോഹിത്യത്തിൻ്റെ. അപ്പം അത് ആ പഴയ നിയമം മുതൽ പുതിയ നിയമം അത് ഒന്ന് വേരും അത് മറ്റേത് അതിൻ്റെ മുകളിലുള്ള ഭാഗവുമായി നമുക്ക് ഒരു വൃക്ഷത്തിൻ്റെ വേരാണ് പഴയ നിയമം, മുകളിലേക്കുള്ളതാണ് പുതിയ നിയമം. അതിൻ്റെ ഫലങ്ങളൊക്കെ നമുക്കറിയാം എപ്പോഴും ഉണ്ടാവുന്നത് ഭൂമിക്ക് മുകളിലാണ്, വൃക്ഷത്തിന്മേലാണ് ഫലങ്ങളുണ്ടാവുക. അപ്പം ഞാനും നിങ്ങളുമാകുന്ന നമ്മെ ദിവസവും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരണം. നമ്മുടെ വേദപുസ്തക വായനകളും പ്രാർത്ഥനകളും ആരാധനകളൊക്കെ അതിനെ നമ്മളെ സഹായിക്കണം. അതുകൊണ്ട് എല്ലാവരും ഈ വേദഭാഗം നിരന്തരം വായിക്കുകയും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും സർവശക്തനായ ദൈവം അനവരതമായി അനുഗ്രഹിക്കട്ടെ എന്ന്